ഹായ് ഹലോ നമസ്കാരം. എൻസൈക്കോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തുറവൂർ മഹാക്ഷേത്രത്തിൽ നടന്ന നരസിംഹ ജയന്തി ഉത്സവത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആനപ്രേമികളെ പോലെ തന്നെ മേള ആസ്വാദകർക്കും മറക്കാനാവാത്ത അനുഭവമാണ് ഇക്കൊല്ലത്തെ തുറവൂർ നരസിംഹ ജയന്തി ഉത്സവം സമ്മാനിച്ചത്. ഒരു വർഷത്തിൽ തന്നെ നിരവധി ഉത്സവങ്ങൾ കൊണ്ടാടപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്രം. ഈ ഉത്സവങ്ങളിലൊക്കെ തന്നെയും ആന എഴുന്നള്ളിപ്പുകളും ഉണ്ടാവാറുണ്ട്. ഇക്കഴിഞ്ഞ 2024 മെയ് 22 ബുധനാഴ്ചയായിരുന്നു തുറവൂർ മഹാക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ഉത്സവം കൊണ്ടാടിയത്. ഉത്സവത്തിനായി എഴുന്നള്ളത്തിനെത്തിയ ഗജവീരന്മാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയാന തൃക്കടവൂർ ശിവരാജു, പാറന്നൂർ നന്ദൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കുട്ടിയാനകളിൽ ഒരാളായ തിരുവല്ല ജയരാജ്, വളർന്നുവരുന്ന മറ്റൊരു കുട്ടിക്കൊമ്പൻ തണ്ണീർക്കര മണികണ്ഠൻ എന്നിവരായിരുന്നു എഴുന്നള്ളിപ്പിന് എത്തിച്ചേർന്നത്. പൊതുവെ ശാന്ത സ്വഭാവിയും സൗമ്യശീലനുമായ പാറന്നൂർ നന്ദൻ ഏവരുടെയും പ്രിയപ്പെട്ട ഗജവീരനാണ്. തുറവൂറപ്പന്മാരുടെ തിടമ്പേറ്റുവാനുള്ള ഭാഗ്യം അങ്ങനെ പാറന്നൂർ നന്ദനും ഉണ്ടായി.
ഉത്സവത്തിലെ പ്രധാന ആകർഷണം തന്നെ തൃക്കടവൂർ ശിവരാജു എന്ന ഗജവീരന്റെ വരവായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആനകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ആന തൃക്കടവൂർ ശിവരാജു. കോന്നിക്കാടുകളിൽ നിന്നും കുട്ടിപ്രായത്തിൽ കോന്നിക്കൂട്ടിലെത്തി അവിടെ നിന്ന് ദൈവനിശ്ചയം പോലെ കൊല്ലത്തെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തിയ കൊമ്പനാനയാണ് ഇന്നത്തെ തൃക്കടവൂർ ശിവരാജു. തൃക്കടവൂർ എന്ന ദേശത്തിന്റെ നാമം അതിരുകളും കടന്ന് വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇവന്റെ പേരിന് മുന്നിലാണ്. ഏകസഖ്യ ശ്രേഷ്ഠാധിപതി ഗജരാജ മന്നാടിയാർ തൃക്കടവൂർ ശിവരാജു. ഉത്സവത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമായിരുന്നു തണ്ണീർക്കര മണികണ്ഠൻ എന്ന കുട്ടിക്കൊമ്പൻ. ഇവന്റെ പഴയ പേര് ചിറക്കര മണികണ്ഠൻ എന്നായിരുന്നു. അഴകും അളവും ഒത്തുചേർന്ന ഈ ഗജവീരന്മാരെല്ലാം ആനപ്രേമികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചാണ് തുറവൂർ ക്ഷേത്രം വിട്ടു മടങ്ങിയത്. വൈകുന്നേരം എത്തിയ അപ്രതീക്ഷിതമായ മഴയും ആനപ്രേമികൾക്ക് കണ്ണിന് കുളിരേകുന്ന ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ചു. മഴയിൽ കുതിർന്നു നിൽക്കുന്ന കരിവീരന്മാരെ കാണുവാൻ ആനപ്രേമികളുടെ തിരക്ക് തന്നെ അനുഭവപ്പെട്ടു. കരിവീരന്മാർക്ക് വേനൽ ചൂടിൽ നിന്ന് തെല്ലൊരാശ്വാസവും. വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നല്ല നമസ്കാരം.